മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരാൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട സ്നേഹത്തിനു വേണ്ടി ആരും കരയുമായിരുന്നില്ല. ഒരു വ്യക്തി ചെയ്യുന്ന മോശം കാര്യങ്ങളിൽ ഒന്നാണ് തൻ്റെ പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുക എന്നത്. നിങ്ങൾക്കാണ് അഹങ്കാരമെന്ന് മറ്റുള്ളവരും മറ്റുള്ളവർക്കാണ് അഹങ്കാരമെന്ന് നിങ്ങളും വിശ്വസിച്ചാൽ മനുഷ്യർക്കിടയിലെ തർക്കം എന്നും തീരില്ല. കലഹത്തെ മറികടക്കുവാൻ നിശബ്ദതയേക്കാൾ വലിയ ഒരായുധവുമില്ല. ഭക്തരെ, വിട്ടുകൊടുക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത്. ചേർത്ത് പിടിക്കുന്നവരെയാണ് അവഗണിക്കുന്നത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയാണ് പലരും തിരിച്ചറിയാതെ പോകുന്നത്. അസൂയ, വെറുപ്പ്, അസംതൃപ്തി, ദേഷ്യം ഇവയുള്ളവർക്ക് ഒരിക്കലും യഥാർത്ഥ സന്തോഷം ആസ്വദിക്കാൻ കഴിയില്ല. ഭക്തരെ, ഒരു പ്രാർത്ഥനയും വെറുതെയാവില്ല. ഒരു കണ്ണുനീരും പാഴാവില്ല. എല്ലാം മഹാദേവൻ കാണുന്നുണ്ട്. ഒരു നാൾ സന്തോഷം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. അറിവ് നിങ്ങൾക്ക് ശക്തി നൽകും, എന്നാൽ സ്വഭാവം നിങ്ങൾക്ക് ബഹുമാനം നൽകും. ജീവിതത്തിൽ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന് നിർഭാഗ്യം, മറ്റൊന്ന് ചതി. മനുഷ്യനെ സംഭവിക്കുന്ന പല വീഴ്ചകളും കണ്ണ് കാണാത്തത് കൊണ്ടല്ല, ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ്. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനല്ല, ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മനുഷ്യൻ്റെ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളുടെ നിറം മാറിക്കൊണ്ടിരിക്കും. ഭക്തരെ, ഏറ്റവും വലിയ ഗുരുമന്ത്രം ഇതാണ്: ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. ജീവിതത്തിൽ നിങ്ങൾ എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. എല്ലാം എല്ലാവരോടും ചോദിക്കരുത്. എല്ലാം എല്ലാവരോടും പറയുകയും ചെയ്യരുത്. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക. കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളോളം മറ്റാർക്കും അറിയില്ല. പരസ്പരം സംസാരമില്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പരസ്പരം ബഹുമാനം ഇല്ലെങ്കിൽ അവിടെ ഒരു സ്നേഹവുമില്ല. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ആ ബന്ധം തുടരുന്നതിൽ ഒരർത്ഥവുമില്ല. നിങ്ങൾക്ക് വിധിച്ചത് മലകൾക്കപ്പുറത്തായാലും ലഭിക്കും. വിധിച്ചിട്ടില്ലാത്തത് കയ്യെത്തും ദൂരെയാണെങ്കിലും നഷ്ടപ്പെടും. ഭക്തരെ, അവഗണിക്കുന്നവരെ ഒഴിവാക്കി പരിഗണിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക. ജീവിതം മനോഹരമായിത്തീരും. നേടും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തോൽക്കും എന്ന ഭയം താനെ ഇല്ലാതാകും. മനുഷ്യർക്ക് സ്നേഹിക്കാൻ അറിയാം. അറിയാത്തത് സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാനാണ്. ആകസ്മികമായി നിങ്ങൾ ആരെയും കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷകളും ജീവിക്കാൻ പഠിപ്പിക്കുന്നത് അനുഭവങ്ങളുമാണ്. അവർ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം
ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നാം ജീവിതത്തെ തൊട്ടറിയുന്നത്. ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം. മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. മലിനമായ ചിന്തകൾ ജീവിതത്തെയും നശിപ്പിക്കുന്നു. ഭക്തരെ, ഏതൊരു ബന്ധത്തിലും നിശ്ചിത അകലം പാലിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തും. നിങ്ങളുടെ സാഹചര്യം മറ്റുള്ളവർക്ക് ഒരു തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തുന്നതുവരെ മാത്രം. കോപം മുറുകെ പിടിക്കുന്നത് സ്വയം വിഷം കുടിക്കുകയും മറ്റേയാൾ മരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. ഭക്തരെ, ജീവിതം മനോഹരമാക്കാൻ വേണ്ടത് ഭംഗിയുള്ള മുഖമല്ല, നിങ്ങൾ കൊടുക്കുന്ന സമയവും സ്നേഹവും മനസ്സിലാക്കി നിങ്ങളെ പരിഗണിക്കുന്ന ഒരാൾ കൂടെയുണ്ടാവുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.